ഹായ്. ഇപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്റർ, സെക്കൻഡ് ചാപ്റ്റർ നമ്മളിപ്പോൾ റിവിഷനാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. സെക്കൻഡ് ചാപ്റ്റർ ആനിമൽ കിങ്ഡമാണ്. ആനിമൽ കിങ്ഡത്തിൻ്റെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാണ്. ആനിമൽ കിങ്ഡം ഒരു അപ്രോക്സിമേറ്റ്ലി 60 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ 2 പാർട്ടായിട്ട് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ വേർഡ് പെയർ വിച്ച് ഈസ് ആപ്ലിക്കബിൾ ടു ഫൈലം ടിനോഫോറ. അതായത് ടിനോഫോറ എന്ന് പറയുന്ന ഫൈലം, ടിനോഫോറ എന്ന് പറയുന്നത് നമ്മൾ രണ്ടാമത് പഠിച്ച ഫൈലം, മൂന്നാമത് പഠിച്ച ഫൈലം. ഫസ്റ്റ് പോറിഫെറ, സിലൻഡ്രേറ്റ, ടിനോഫോറ. ടിനോഫോറയിൽ ടിനോഫോറ എന്ന് പറയുന്ന ഫൈലത്തിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന 2 വേർഡ്സ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ആദ്യം നെഫ്രീഡിയ, പാരപ്പോഡിയ. ഈ പറഞ്ഞിരിക്കുന്നത് ടിനോഫോറയുടെ ക്യാരക്ടേഴ്സ് അല്ല. നെഫ്രീഡിയ, പാരപ്പോഡിയ എന്നൊക്കെ പറയുന്നത് അനലിഡയുടെ ക്യാരക്ടേഴ്സാണ്. നമ്മുടെ ലീച്ചൊക്കെ വരുന്ന അനലിഡയുടെ ക്യാരക്ടേഴ്സ്. പിന്നെ കോംപ്ലേറ്റ്സ്, ബയോലൂമിനസൻസ്. കോംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മളറിയാം, ഈ ടിനോഫോറയുടെ നമുക്കൊരു ബോളിനെ പോലെയാണ് സങ്കല്പിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഒരു ബോളിൽ, ഈ കുട്ടികളൊക്കെ കളിക്കുന്ന ബോളിൽ ഇങ്ങനെ വരകളുണ്ടാവില്ലേ, അതുപോലത്തെ വരകൾ, അതിന് കോംപ്ലേറ്റ്സ് എന്നാണ് പറയുന്നത്. സിലേറ്റഡ് ആയിട്ടുള്ള കോംപ്ലേറ്റ്സ്. ആ കോംപ്ലേറ്റ്സ് ടിനോഫോറയിലുണ്ട്. ദാറ്റ് ഹെൽപ്സ് ഇൻ ലൊക്കോമോഷൻ. ആൻഡ് ഓൾസോ ബയോലൂമിനസൻസ്, ദാറ്റ് ഈസ് എബിലിറ്റി ടു എമിറ്റ് ലൈറ്റ്. അതും ടിനോഫോറയുടെ ക്യാരക്ടറാണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റിൻ്റെ ആൻസർ ബി ആണ്. കോംപ്ലേറ്റ്സ് ആൻഡ് ബയോലൂമിനസൻസ് എക്സ്പ്ലെയിൻ ദ ഫൈലം ടിനോഫോറ. നെക്സ്റ്റ് നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ പോളിപ്പ്, മെറ്റാജെനസിസ് ഒക്കെയാണ്. അപ്പോൾ പോളിപ്പ്, മെഡൂസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ഓർഗാനിസംസ് ആണ്. മെറ്റാജെനസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ. അതായത് ഒരു പ്രാവശ്യം പോളിപ്പായാൽ പോളിപ്പ് റീപ്രൊഡ്യൂസ് ടു ഫോം മെഡൂസ ആൻഡ് മെഡൂസ റീപ്രൊഡ്യൂസ് ടു ഫോം പോളിപ്പ്. അങ്ങനെ പോകുന്നത് സിലൻഡ്രേറ്റയാണ്, ഫൈലം സിലൻഡ്രേറ്റ, അല്ലെങ്കിൽ നിഡേറിയ എന്ന് പറയുന്ന ഫൈലം. ദെൻ റാഡുല ആൻഡ് വിസറൽ ഹംപ്. റാഡുല എന്ന് പറയുന്നത് ഫീഡിങ്ങിനൊക്കെ സഹായിക്കുന്ന ഒരു ടീത്ത് ലൈക്ക് സ്ട്രക്ചറാണ് ഇൻ കേസ് ഓഫ് മൊളസ്ക. അതുപോലെ വിസറൽ മാസ് എന്ന് പറഞ്ഞാൽ മൊളസ്കയുടെ ഇൻറ്റേർണൽ ഓർഗൻസ് എല്ലാം കൂടി ഇരിക്കുന്ന ഒരു മാസ് ഓഫ് സോഫ്റ്റ് മാസ്, അതിനെയാണ് വിസറൽ ഹംപ് എന്ന് പറയുന്നത്. ഇപ്പോൾ റാഡുല, വിസറൽ ഹംപ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡിനോട്ട്സ് ദ ഫൈലം മൊളസ്ക. അപ്പോൾ നമ്മുടെ ക്വസ്റ്റിൻ്റെ ടിനോഫോറയുടെ ആൻസർ കോംപ്ലേറ്റ്സ് ആൻഡ് ബയോലൂമിനസൻസ്. നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ വരുമ്പോൾ ക്യാരക്ടേഴ്സ് ഓഫ് സർട്ടൺ ആനിമൽസ് ആർ ഗിവൺ, അറേഞ്ച് ദം അണ്ടർ 2 ക്ലാസ്സസ്. 2 ക്ലാസ്സായിട്ട് ഡിവൈഡ് ചെയ്യാനാണ് എഴുതിയിരിക്കുന്നത്. Skin is moist without scales. Body is covered by dry and cornified skin. Shed the scales as skin cast. Can live in aquatic as well as terrestrial habitats. അപ്പോൾ ഈ 4 ക്യാരക്ടേഴ്സിനെ നമ്മൾ 2 ഡിഫറെൻറ്റ് ക്ലാസ്സുകളിലായിട്ട് കൊടുക്കുക വിത്ത് ദ പ്രോപ്പർ ഹെഡിങ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് വായിച്ചപ്പോൾ തന്നെ ഏകദേശം സ്കെയിൽസ്, കോർണിഫൈഡ് സ്കിൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഏകദേശം നമുക്ക് കോഡേറ്റയിലേക്ക് കടന്നു കഴിഞ്ഞു. അപ്പോൾ മോയിസ്റ്റ് സ്കിൻ വിത്തൗട്ട് സ്കെയിൽ എന്നൊക്കെ പറയുമ്പോൾ ഏതായിരിക്കും? കോഡേറ്റഡ്, ആംഫീബിയാണ്. അപ്പോൾ ഒരു ക്ലാസ് ആംഫീബിയാണ്. ആംഫീബിയുടെ ഒരു ക്യാരക്ടർ നമുക്ക് കിട്ടി, സ്കിൻ ഈസ് മോയിസ്റ്റ് വിത്തൗട്ട് സ്കെയിൽസ്. ഇനി അടുത്ത ക്യാരക്ടർ ഏതാണെന്ന് നോക്കുക. ബോഡി ഈസ് കവേർഡ് ബൈ ഡ്രൈ ആൻഡ് കോർണിഫൈഡ് സ്കിൻ. അതല്ല, കാരണം ആംഫീബിയുടെ ഡ്രൈ അല്ല സ്കിൻ. ദെൻ ഷെഡ് സ്കെയിൽസ് ആസ് സ്കിൻ കാസ്റ്റ്. അതും ആംഫീബിയ എന്ന് പറഞ്ഞാൽ ഫ്രോഗിനെ ഓർക്കുക. അതും ആംഫീബിയുടെ ഒരു ക്യാരക്ടറല്ല. സ്കിൻ കാസ്റ്റ്, പടം പൊഴിക്കുക എന്നൊക്കെ പറയുന്ന ആംഫീബിയൻസിനല്ലല്ലോ. പിന്നെ ക്യാൻ ലീവ് ഇൻ അക്വാട്ടിക് ആസ് വെൽ ആസ് ടെറസ്ട്രിയൽ ഹാബിറ്റാറ്റ്സ്. അപ്പോൾ ഫസ്റ്റ് 1ഉം 4th 1ഉം ആംഫീബിയൻ ക്യാരക്ടേഴ്സാണ്. ആൻഡ് സെക്കൻഡ് ആൻഡ് തേർഡ് ഇസ് റെപ്റ്റീലിയൻ ക്യാരക്ടേഴ്സ്. പടം പൊഴിക്കുന്നത് പാമ്പിനൊക്കെ അല്ലേ കണ്ടിട്ടുള്ളത്. അതുപോലെ സ്കെയിൽസ്, ഡ്രൈ സ്കിന്നൊക്കെ റെപ്റ്റൈൽസിനല്ലേ. അപ്പോൾ മിഡിലായിട്ടുള്ള 2 സെക്കൻഡും തേർഡും ക്യാരക്ടേഴ്സ് ക്ലാസ് റെപ്റ്റീലിയ ആൻഡ് ഫസ്റ്റ് ആൻഡ് ഫോർത്ത് ക്യാരക്ടേഴ്സ് ക്ലാസ് ആംഫീബിയ. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ, ഫസ്റ്റ് വൺ, ഐഡൻറ്റിഫൈ ദ ഓർഗാനിസം A, B ആൻഡ് C. അപ്പോൾ നമുക്ക് ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന എല്ലാ ഡയഗ്രവും കണ്ടു കഴിഞ്ഞാൽ വിച്ച് ഇസ് ദാറ്റ് ഓർഗാനിസം, ദ സയൻറ്റിഫിക് നെയിം ആൻഡ് ദ കോമൺ നെയിം, അത് നമ്മൾ പഠിച്ചിരിക്കേണ്ടതാണ്. അപ്പോൾ A എന്ന് പറഞ്ഞാൽ ബലനോഗ്ലോസസ് ആണ്. ദാറ്റ് ബിലോങ്സ് ടു ദ ഫൈലം ഹെമികോഡേറ്റ. ഹെമികോഡേറ്റയിൽ ഒരു ഓർഗാനിസത്തിനെയാണ് A എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത്. ഇനി ബി എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത് നീരീസ് ആണ്. നീരീസ്, ഇറ്റ് ഈസ് എൻ അക്വാട്ടിക് അനലിഡ്.
ആൻഡ് സി ഇസ് ഫാഷ്യോള ഹെപ്പാറ്റിക്ക, അല്ലെങ്കിൽ ലിവർ ഫ്ലൂക്ക് എന്നറിയപ്പെടുന്ന ഒരു പാരസൈറ്റ് ദാറ്റ് ബിലോങ്സ് ടു ദ പ്ലാറ്റിഹെൽമിന്തസ്. നെയിം ദ ഫൈലം. ഫൈലവും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എ ഇസ് ബെലനോഗ്ലോസസ് ബിലോങ്സ് ടു ഹെമിക്കോഡേറ്റ, ബി ഇസ് നീരിസ് ബിലോങ്സ് ടു അനലിഡ, ആൻഡ് സി ഇസ് ഫാഷ്യോള ബിലോങ്സ് ടു പ്ലാറ്റിഹെൽമിന്തസ്. Then fourth question, unlike bony fishes, cartilaginous fishes swim constantly to avoid sinking. അതായത് കാർട്ടിലേജ് ഫിഷസ് കോൺസ്റ്റൻ്റ് ആയിട്ട് സ്വിം ചെയ്തുകൊണ്ടേയിരിക്കും. അതിൻ്റെ കാരണം എന്ത്? അതിൻ്റെ കാരണം they do not have air bladder, that is absence of air bladder. എയർ ബ്ലാഡർ ഉണ്ടെങ്കിൽ അത് ബോയൻസി കീപ്പ് ചെയ്യും, ബോയൻസി മെയിൻറ്റെയിൻ ചെയ്യും, അതായത് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യും. അപ്പോൾ എയർ ബ്ലാഡർ ഇല്ലാത്തത് കൊണ്ടാണ് കാർട്ടിലേജസ് ഫിഷസിന് കണ്ടിന്യൂസ് ആയിട്ട് സ്വിം ചെയ്യേണ്ടി വരുന്നത്. Then fifth question, the following organs of certain animals, select organs helps in excretion and name the organism bearing these organs and write its phylum. അപ്പോൾ ഇങ്ങനെ ഓരോ ഓർഗനും അതിൻ്റെ ഓർഗാനിസവും ഫൈലവും അങ്ങനെ പറയാം. പാരപ്പോഡിയ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മുകളിൽ കാണിച്ചിരിക്കുന്ന ആളുടെ ഈ ബി, അതാരാത്? നീരീസ്. നീരീസിൻ്റെ ഈ സൈഡിലുള്ള ചെറിയ ചെറിയ ട്രയാങ്കുലർ ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് കണ്ടോ? ആ സ്ട്രക്ചേഴ്സാണ് പാരപ്പോഡിയ എന്ന് പറയുന്നത്. ദർ ലോക്കോമോട്ടറി അപ്പാരറ്റസ് ഓഫ് നീരീസ്. നീരീസ് ബിലോങ്സ് ടു ദ ക്ലാസ് അനലിഡ. ദെൻ flame cells. Flame cells are meant for excretion. Flame cells are in the platyhelminthes. Excretion platyhelminthesine സഹായിക്കുന്നതാണ് ഫ്ലെയിം സെൽസ് എന്ന് പറയുന്നത്. അതിൽ ഓർഗാനിസം ടേപ്പ് വോം അല്ലെങ്കിൽ ലിവർ ഫ്ലൂക്ക് ഒക്കെ എഴുതാം. Then next is proboscis gland. Proboscis gland is an excretory organ of balanoglossus, belongs to the ഫൈലം ഹെമിക്കോഡേറ്റ. ഹെമിക്കോഡേറ്റയിലെ ബെലനോഗ്ലോസസ്, സാക്കോഗ്ലോസസ് പോലെയുള്ള ഓർഗാനിസത്തിൻ്റെ എക്സ്ക്രീറ്ററി സ്ട്രക്ചറാണ് പ്രൊബോസിസ് ഗ്ലാൻഡ്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് കോംപ്ലീറ്റ്സ്. കോംപ്ലീറ്റ്സ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ടീനോഫോറൻസിൽ എന്താ പറയുക, ഇങ്ങനെ പാരലായിട്ട് പാരലായിട്ടെന്ന് പറയാൻ പറ്റില്ല, ആ ബോൾ ലൈക്ക് സ്ട്രക്ചേഴ്സിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന കോംപ്ലീറ്റ്സ് ആണ് ഹെൽപ്സ് ഇൻ ലോക്കോമോഷൻ. അപ്പോൾ ഇവിടെ എക്സ്ക്രീഷന് സഹായിക്കുന്നത് ഫ്ലെയിം സെൽസ് ആൻഡ് പ്രൊബോസിസ് ഗ്ലാൻഡ്. നെക്സ്റ്റ് സിക്സ്ത് ക്വസ്റ്റ്യൻ, കംപ്ലീറ്റ് ദ സ്കീമാറ്റിക് ഡയഗ്രമാണ്. അത് നമുക്ക് ടെക്സ്റ്റിലുള്ള ഡയഗ്രാം തന്നെയാണ്. ആദ്യം പറയുന്നത് ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, രണ്ട് തരത്തിൽ, സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആൻഡ് ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ദെൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ കാണിക്കുന്ന ഒരേ ഒരു ഓർഗാനിസമേ ഉള്ളൂ, ദാറ്റ് ഇസ് പോറിഫെറ. ദെൻ ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗാനിസംസ് കാണിക്കുന്നവരെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. റേഡിയൽ സിമെട്രി കാണിക്കുന്ന ഓർഗാനിസംസും ബൈലാറ്ററൽ സിമെട്രി കാണിക്കുന്ന ഓർഗാനിസംസും. എന്ന് പറഞ്ഞാൽ ടിഷ്യൂ മാത്രമല്ല, ടിഷ്യൂ ഓർഗൻ സിസ്റ്റം ലെവൽ, അതേത് വേണമെങ്കിലാവാം. അപ്പോൾ സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ കാണിക്കുന്നത് പോറിഫെറ. ഇനി എ എന്ന ടാബ്ലറ്റിരിക്കുന്നത്, എ എന്ന് പറഞ്ഞ് നമ്മൾ ആൻസർ ചെയ്യേണ്ട ഭാഗം ടിഷ്യൂ ലെവൽ ഓർ ഓർഗൻ ലെവൽ ഓർ ഓർഗൻ സിസ്റ്റം ലെവൽ. അപ്പോൾ എ എന്ന് പറഞ്ഞാൽ അതാണ് ആൻസർ. Then that can be divided into two, that is animals showing radial symmetry and animals showing bilateral symmetry. So B will be bilateral symmetry. Then radial symmetrical organisms belongs to phylum Coelenterata and Ctenophora. But answer D is Ctenophora. A is cellular or tissue level or organ level or organ system level. Then B is bilateral symmetry and D is Coelenterata കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫൈലം Ctenophora. Then C എന്ന് പറയുമ്പോൾ B, bilateral symmetric organisms can be of three types, that is without coelom, that is acoelomates. Then pseudocoelom, C എന്ന് പറയുന്നത് pseudocoelom ആണ്. Then next one is true coelom. അപ്പോൾ ഇവിടെ ഒരു ചെറിയ കറക്ഷൻ ഉണ്ട്. വിത്തൗട്ട് സീലോം എന്നുള്ളതിൽ പ്ലാറ്റിഹെൽമിന്തസ് ആണ് വരേണ്ടത്. അതായത് ഇവിടെ പ്ലാറ്റിഹെൽമിന്തസ് ആണ്. ഈ സിയുടെ നേരെയാണ് ശരിക്കും ആഷെൽമിന്തസ് വരിക. നമുക്കറിയാവുന്നതാണ്. സ്യൂഡോസീലോമേറ്റ് ആയിട്ടുള്ള ഒരേ ഒരു ഫൈലമേ ഉള്ളൂ, ദാറ്റ് ഈസ് ആഷെൽമിന്തസ്. ദെൻ ട്രൂ സീലോമേറ്റ്സ് എന്ന് പറയുമ്പോൾ അതിൽ അനലിഡ, ആർത്രോപോഡ,
കഴിഞ്ഞ് ഇ എന്ന് പറയുന്നത് അനലിഡ, ആർത്രോപോഡ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ഫൈലം മൊളസ്കയാണ്. ദെൻ എക്കാനോഡെർമേറ്റ, ഹെമികോഡേറ്റ, എഫ് ഡിനോട്ട്സ് ഹെമികോഡേറ്റ ആൻഡ് ഫൈനലി കോഡേറ്റ. ടെക്സ്റ്റിലുള്ള സെയിം ഡയഗ്രമാണ്. നെക്സ്റ്റ് ഇതും ടെക്സ്റ്റിലുള്ള സെയിം ഡയഗ്രമാണ്. വേർട്ടിബ്രേറ്റ can be divided into two division, Anatha and Gnathostomata. Anatha includes a single class, that is Cyclostomata. Then Gnathostomata can be divided into two superclasses, superclass Pisces and superclass Tetrapoda. C എന്ന് പറയുന്ന tetrapoda ആണ്. Superclass Pisces include two classes, that is Chondrichthyes and Osteichthyes. That is D എന്ന് പറയുന്നത് Osteichthyes. Then C എന്ന് പറയുന്നത് ടെട്രാപോഡ നമ്മൾ പറഞ്ഞു. ഇനി സൂപ്പർ ക്ലാസ് ടെട്രാപോഡ ഇൻക്ലൂഡ്സ് 4 classes, Amphibia, Reptilia, Aves and Mammals. Okay. Then next question is, all vertebrates are chordates, but all chordates are not vertebrates. Do you agree with this statement and substantiate your answer? ഇത് എപ്പോഴും ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് എല്ലാ വേർട്ടിബ്രേറ്റ്സും കോഡേറ്റ്സ് ആണ്. നമുക്കറിയാം കോഡേറ്റ എന്ന് പറയുന്ന ഗ്രൂപ്പിലെ ഒരു ചെറിയ സബ് ഫൈലം ആണ് എന്ത് വേർട്ടിബ്രേറ്റ എന്ന് പറയുന്നത്. ഫൈലം കോഡേറ്റയിലെ ഒരു സബ് ഫൈലമാണ് വേർട്ടിബ്രേറ്റ. അപ്പോൾ വേർട്ടിബ്രേറ്റയിൽ ഉള്ള ഓർഗാനിസംസ് ഒക്കെ എന്താണ്, എങ്ങനെയാണ്, കോഡേറ്റ്സ് ആണ് അല്ലേ. വേർട്ടിബ്രേറ്റ എന്ന് പറയുമ്പോൾ അതിൽ കോഡേറ്റ് ക്യാരക്ടേഴ്സ് എല്ലാം കാണിക്കുന്ന ആൾക്കാരാണ്. അതായത് നോട്ടോകോഡ് ഉള്ളവരാണ്. സെൻട്രൽ നെർവസ് സിസ്റ്റം ഡോസലായിരിക്കും, ഫാരിഞ്ചൽ ഗിൽ സ്ലെറ്റ്സ് ഉണ്ടാവും, വെൻട്രൽ ഹാർട്ട്, അങ്ങനെ കോഡേറ്റ് ക്യാരക്ടേഴ്സ് എല്ലാം കാണിക്കുന്നവരാണ് കോഡേറ്റിലെ ഒരു സബ് ഫൈലമായിട്ടുള്ള വേർട്ടിബ്രേറ്റ്സ്. പക്ഷേ ഓൾ കോഡേറ്റ്സ് ആർ നോട്ട് വേർട്ടിബ്രേറ്റ്സ്. ദാറ്റ് ഈസ് there are other subphylum in phylum Chordata other than Vertebrata. Vertebrata കൂടാതെ വേറെയും സബ് ഫൈലങ്ങളുണ്ട്. ഏതൊക്കെയാണ്? യൂറോകോഡേറ്റ, സിഫാലോകോഡേറ്റ എന്നൊക്കെ പറഞ്ഞു. അവർ വേർട്ടിബ്രേറ്റ് ക്യാരക്ടർ കാണിക്കില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഓൾ കോഡേറ്റ്സ് ആർ നോട്ട് വേർട്ടിബ്രേറ്റ്സ്. ഓൾ കോഡേറ്റ്സ് ആർ നോട്ട് വേർട്ടിബ്രേറ്റ്സ് എന്ന് പറഞ്ഞാൽ കോഡേറ്റ എന്ന് പറയുന്ന ഒരു വലിയ ഫൈലമാണ്. അതിലെ 3 ഡിവിഷൻസ് ആണ് സബ് ഫൈലം വേർട്ടിബ്രേറ്റ, സബ് ഫൈലം സിഫാലോകോഡേറ്റ ആൻഡ് സബ് ഫൈലം യൂറോകോഡേറ്റ. അപ്പോൾ ഈ വേർട്ടിബ്രേറ്റിൻ്റെ ക്യാരക്ടേഴ്സ് ബാക്കിയുള്ള കോഡേറ്റ്സ് കാണിക്കില്ലല്ലോ. അതായത് യൂറോകോഡേറ്റ്സും സിഫാലോകോഡേറ്റ്സും ഒന്നും കാണിക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഓൾ കോഡേറ്റ്സ് ആർ നോട്ട് വേർട്ടിബ്രേറ്റ്സ്. പക്ഷേ ഓൾ വേർട്ടിബ്രേറ്റ്സ് ആർ കോഡേറ്റ്സ്. വൈ? കാരണം കോഡേറ്റ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ പെടുന്ന ആൾക്കാരാണ് വേർട്ടിബ്രേറ്റ്. അപ്പോൾ they will essentially exhibit the characters of chordata. That is the answer. 9th question, find out the odd one and justify your answer. First question is starfish, devilfish, dogfish and jellyfish. അപ്പോൾ എല്ലാം ഫിഷ് എന്ന് വരുമ്പോൾ തന്നെ നമുക്ക് ആകെ ഒരു കൺഫ്യൂഷൻ വരും. നമ്മൾ നോക്കുക, സ്റ്റാർഫിഷ് എന്ന് പറഞ്ഞാൽ ഏത് ഗ്രൂപ്പിൽപ്പെട്ട ആളാണ്, ഏത് ഫൈലം? എക്കൈനോഡൈമൈറ്റാണ്. ഡബിൾ ഫിഷ് എന്ന് പറഞ്ഞാൽ ഏത് ഗ്രൂപ്പിൽപ്പെട്ട ആളാണ്? ഡബിൾ ഫിഷ് എന്ന് പറഞ്ഞാൽ ഒക്ടോപ്പസ് ആണ്. ഒക്ടോപ്പസ് ഏതിൽ വരുന്നതാണ്? മൊളസ്കയിലാണ്. ഡോഗ് ഫിഷ് എന്ന് പറഞ്ഞാൽ ഷാർക്കാണ്. ഷാർക്ക് കോഡേറ്റയാണ്. ജെല്ലി ഫിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം സീലൻഡ്രേറ്റയാണ്. അപ്പോൾ ഷാർക്ക് ഒഴിച്ച് ബാക്കി എല്ലാത്തിൻ്റെ പേരിൽ ഫിഷ് എന്നുണ്ടെങ്കിലും ദേ ആർ ഓൾ നോൺ കോഡേറ്റ്സ്. ഷാർക്ക് മാത്രമേ കോഡേറ്റ്സ് ഉള്ളൂ. ഇതാണ് വ്യത്യാസം. അപ്പോൾ ഓഡ് വൺ ഇസ് ഡോഗ് ഫിഷ്. നെക്സ്റ്റ് വൺ ബി ഫ്ലൈയിങ് ഫിഷ്, ഏഞ്ചൽ ഫിഷ്, സോ ഫിഷ്, ഫൈറ്റിംഗ് ഫിഷ്. ഇതിൽ ഫ്ലൈയിങ് ഫിഷ്, ഏഞ്ചൽ ഫിഷ്, ഫൈറ്റിംഗ് ഫിഷ് ഇതൊക്കെ വരുന്നത് ബോണി ഫിഷസ് എന്നുള്ള ഗ്രൂപ്പിലാണ്. ബോണി ഫിഷസ്. ആ സമയം സോ ഫിഷ് അല്ലെങ്കിൽ പ്രിസ്റ്റസ് എന്ന് പറയുന്ന ഗ്രൂപ്പ് മാത്രമാണ് കോൺട്രിക്റ്റീസ് അല്ലെങ്കിൽ കാർട്ടിലേജിനസ് ഫിഷസ്. അപ്പോൾ ഓഡ് വൺ ഇസ് സോ ഫിഷ് ബിക്കോസ് it belongs to Chondrichthyes while all others belong to Osteichthyes. Next one, sea lily, sea cucumber, sea hare, sea urchin. Sea lily, sea cucumber, sea hare and sea urchin. ഇതിൽ sea lily, sea cucumber, sea urchin
ഇത് മൂന്നും ഇൻക്ലൂഡ് ചെയ്യുന്നത് ഫൈലം എക്കൈനോഡെർമേറ്റ. സീലിലി എന്ന് പറഞ്ഞാൽ ആൻറ്റിഡോൺ, കുക്കുമേറിയ അതാണ് സീ കുക്കുംബർ, പിന്നെ എക്കൈനസ് അതാണ് സീ ഏർച്ചിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നത് എക്കൈനോഡെർമേറ്റയാണ്. പക്ഷേ ഇതിൽ സീ ഹെയർ എന്ന് പറയുന്ന, അതായത് അപ്ലീസിയ എന്ന് പറയുന്ന ഓർഗാനിസം, അത് ഇൻക്ലൂഡ് ചെയ്യുന്നത് മൊളസ്കയിലാണ്. അപ്പോൾ ഓഡ് വൺ ഇസ് സീ ഹെയർ. എയിലെ ഓഡ് വൺ ഡോഗ് ഫിഷ്, ബി ഇറ്റ് ഇസ് സോ ഫിഷ് ആൻഡ് സി ഇറ്റ് ഇസ് സീ ഹെയർ. ദെൻ 10th ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ ഓർഗാനിസം. ഈ തന്നിരിക്കുന്ന ഓർഗാനിസം എന്താണ്? സീ ഹോഴ്സ് ആണ് തന്നിരിക്കുന്ന ഓർഗാനിസം. നെയിം ദ ക്ലാസ് ഇൻ വിച്ച് ഇറ്റ് ബിലോങ്സ് ടു. ദറ്റ് ഇസ് ക്ലാസ്സസ് കോൺട്രക്ടീസ് അല്ലെങ്കിൽ കാർട്ടിലേജിനസ് ഫിഷസ്. കോൺട്രക്ടീസ് ആണ് ക്ലാസ്. മെൻഷൻ 2 സാലിയൻ ഫീച്ചേഴ്സ്. കോൺട്രക്ടീസിൻ്റെ ഏതെങ്കിലും സാലിയൻ ഫീച്ചേഴ്സ് എഴുതാം. കോൺട്രക്ടീസിൻ്റെ സാലിയൻ ഫീച്ചേഴ്സ് എഴുതുമ്പോൾ ഓപ്പർക്കുലം ഇസ് ആബ്സെൻറ്റ്, അതുപോലെ പ്ലക്കോയിഡ് സ്കെയിൽസ്, ഇതൊക്കെ കോൺട്രക്ടീസിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സാണ്. പ്ലക്കോയിഡ് സ്കെയിൽ, അതുപോലെ ഓപ്പർക്കുലമസ് ആബ്സെൻറ്റ്, പിന്നെ എയർ ബ്ലാഡറസ് ആബ്സെൻറ്റ്. എയർ ബ്ലാഡർ ഇല്ല, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. എയർ ബ്ലാഡർ ഇല്ലാത്തതുകൊണ്ട് ദേ ഹാവ് ടു സ്വിം കണ്ടിന്യൂസ്ലി എന്ന് പറഞ്ഞതാണ്. ദെൻ 11th ക്വസ്റ്റ്യൻ, റിലേഷൻഷിപ്പ് അനുസരിച്ച് എഴുതാൻ. സീലൻട്രേറ്റ് ഷോസ് റേഡിയൽ സിമെട്രി, അങ്ങനെയാണെങ്കിൽ പ്ലാറ്റിഹെൽമിന്തസ് ഷോ ബൈലാറ്ററൽ സിമെട്രി. റേഡിയൽ സിമെട്രി എന്ന് പറഞ്ഞാൽ ബോഡി ക്യാൻ ബി ഡിവൈഡ് ഇൻടു 2 equal halves ത്രൂ എനി റേഡിയൽ പ്ലെയിൻ ഓർ എ പ്ലെയിൻ ദാറ്റ് പാസസ് ത്രൂ ദ സെൻറ്റർ. പ്ലാറ്റിഹെൽമിന്തസ് എന്ന് പറഞ്ഞാൽ ബൈലാറ്ററൽ സിമെട്രി. ബൈലാറ്ററൽ സിമെട്രി എന്ന് പറയുമ്പോൾ ബോഡി ക്യാൻ ബി ഡിവിസിബിൾ ഇൻടു 2 equal halves ത്രൂ എ സെൻട്രൽ മീഡിയൻ പ്ലെയിൻ. ഒരൊറ്റ സെൻട്രൽ മീഡിയൻ പ്ലെയിനിൽ കൂടെ മുറിച്ചാലേ ഒരു ഓർഗാനിസത്തിനെ നമുക്ക് രണ്ട് ഈക്വൽ ഹാഫായിട്ട് കിട്ടുള്ളൂ. Then lizards are poikilothermous organisms while crow is homeothermic. Poikilotherms എന്ന് പറഞ്ഞാൽ they have no constant, അവരുടെ ഒരു ക്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബേർഡ്സ് അല്ലെങ്കിൽ ക്ലാസ് ഏവ്സിൽപ്പെട്ട ഓർഗാനിസംസ് ആണ്. അവർ ഹോമിയോതേംസ് ആണ്. ഹോമിയോതേംസ് എന്ന് പറഞ്ഞാൽ ദേ ക്യാൻ ഏബിൾ ടു മെയിൻറ്റെയിൻ കോൺസ്റ്റൻറ്റ് ബോഡി ടെമ്പറേച്ചർ. പക്ഷേ പോയിക്ലോതേംസിനൊരു കോൺസ്റ്റൻറ്റ് ബോഡി ടെമ്പറേച്ചർ ഇല്ല, ഫ്ലക്ച്വേറ്റ് അക്കോർഡിംഗ് ടു ദ സറൗണ്ടിങ് എൻവയോൺമെൻറ്റ്. ദെൻ ലിസാർഡ്സ് വരെ, അല്ലെങ്കിൽ ലിസാർഡ്സ് അല്ല റെപ്റ്റീലിയ വരെ പോയിക്ലോതേംസ് ആണ്. ഏവ്സ് മാമൽസ് ആർ ഹോമിയോതേംസ്. ഇനി മെറ്റാജനസിസ് കാണിക്കുന്ന ഓർഗാനിസംസ് ആരാണ്? മെറ്റാജനസിസ് ഓർ ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ കാണിക്കുന്നത് ആര്? മെറ്റാജനസിസ് കാണിക്കുന്നത് സീലൻട്രേറ്റ എന്ന് പറയുന്ന ഫൈലമാണ്. മെറ്റാജനസിസ് ഓർ ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ ഇറ്റ് ഈസ് എക്സിബിറ്റഡ് ബൈ ഒബീലിയ. അതായത് പോളിപ്പ് ആൻഡ് മെഡൂസ, അങ്ങനെ 2 ഫോം ഉണ്ട്. ഈ പോളിപ്പ് അണ്ടർഗോ അസെക്ഷൽ റീപ്രൊഡക്ഷൻ ടു പ്രൊഡ്യൂസ് മെഡൂസ, ആൻഡ് മെഡൂസ അണ്ടർഗോ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ടു ഫോം പോളിപ്പ്. ഓക്കെ, പോളിപ്പ് ചെയ്യുന്നത് അസെക്ഷൽ റീപ്രൊഡക്ഷൻ, അത്രയും മാത്രം ഓർത്താൽ മതി, മറ്റേത് തിരിച്ചെന്ന് ഓർക്കുക. ഇനി 13th ക്വസ്റ്റ്യൻ, ഹൂ ആം ഐ? I live in sea, respire through gills, excrete through proboscis gland. My body consists of proboscis, collar and trunk. Identify the phylum. ഇത്രയും കണ്ടാൽ തന്നെ നമുക്കറിയാം the phylum is hemichordata. proboscis gland എന്ന് കണ്ടാൽ തന്നെ ഹെമികോഡേറ്റയുടെ ക്യാരക്ടറാണ്. എക്സാമ്പിൾ സാക്കോഗ്ലോസസ് ഓർ ബലനോഗ്ലോസസ്. ഇനി നെക്സ്റ്റ് 14th one, ഒരു ഫിഷ് കിട്ടി. അപ്പോൾ നിങ്ങളുടെ ഒരു ഫ്രണ്ട് പറയുകയാണ് ഇറ്റ് ഈസ് എ കാർട്ടിലേജിനസ് ഫിഷ്. എങ്ങനെയാണ് അത് കാർട്ടിലേജിനസ് ഫിഷാണെന്ന് നമുക്ക് മനസ്സിലായത്? അതാണ് ഇനിയുള്ള ഒരു ക്വസ്റ്റ്യൻ. കാർട്ടിലേജിയസ് ഫിഷസ് എന്ന് പറഞ്ഞാൽ ഷാർക്ക്, അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ സീ ഹോഴ്സ്, അങ്ങനത്തെ ഓർഗാനിസംസ് ഒക്കെ വരുന്നതാണ് കാർട്ടിലേജിനസ് ഫിഷസ് എന്ന് പറയുന്നത്. കാർട്ടിലേജിനസ് ഫിഷസിൻ്റെ ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെയിൻ ക്യാരക്ടറാണ് അവരുടെ മൗത്ത് ലൊക്കേറ്റ് വെൻട്രലി. ഷാർക്കിനെ ആലോചിക്കാം, മൗത്ത് ലൊക്കേറ്റ് വെൻട്രലി, അതായത് ബോഡിയുടെ വെൻട്രൽ സൈഡിലാണ് മൗത്ത് കാണുന്നത്, ഒന്നാമത്തെ ക്യാരക്ടർ. 2, ഡു നോട്ട് ഹാവ് ഓപ്പർക്കുലം ഇല്ല, അവർക്ക് ഓപ്പർക്കുലം ഉണ്ടാവില്ല. ഇനി 3rd ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ സ്കിൻ ടഫായിരിക്കും, അവരുടെ സ്കിൻ നല്ല ടഫായിരിക്കും. ഓപ്പർക്കുലം എന്ന് പറഞ്ഞാൽ ചെകിളപ്പൂവ് എന്ന് പറയില്ലേ അത്.
അതുപോലെ ടൈനി പ്ലക്കോയിഡ് സ്കെയിൽസ് ആയിരിക്കും, വളരെ മൈന്യൂട്ടായിട്ടുള്ള പ്ലക്കോയിഡ് സ്കെയിൽസാണ്. ഇതൊക്കെ അവരുടെ ഒബ്സർവബിൾ ക്യാരക്ടേഴ്സാണ് കേട്ടോ. പിന്നെ അവരുടെ ടീത്ത് ആർ മോഡിഫൈഡ് പ്ലക്കോയിഡ് സ്കെയിൽസ്. ടീത്തൊക്കെ ബാക്ക്വേർഡ്ലി ഡയറക്റ്റഡ് ആയിട്ടുള്ള സ്ട്രോങ് ടീത്ത് ആയിരിക്കും. മിക്കവാറും അവർ പ്രെഡേറ്റേഴ്സാണ്. അപ്പോൾ ഇതൊക്കെയാണ് അവരുടെ ക്യാരക്ടേഴ്സ്. പിന്നെ എയർ ബ്ലാഡറൊക്കെ പറയാം, പക്ഷേ ആ ജീവിയെ കണ്ട ഉടനെ പറയണമെങ്കിൽ മോർഫോളജി വെച്ച് പറയണമല്ലോ. അതുകൊണ്ടാണ് ഈ ക്യാരക്ടേഴ്സ് പറഞ്ഞത്. ഏതൊക്കെയാണ്? ഓപ്പർക്കുലം ആബ്സെൻ്റ് ആണ്, മൗത്ത് വെൻട്രൽ ആണ്, സ്കിൻ ടഫാണ്, പ്ലക്കോയിഡ് സ്കെയിൽസ് ആണ്, ടീത്ത് ഷാർപ്പ് ആൻഡ് ബാക്ക്വേർഡ്ലി ഡയറക്റ്റഡ്. 15th question is ഫാഷ്യോള. അതിൻ്റെ കോമൺ നെയിം ലിവർ ഫ്ലൂക്ക് എന്നാണ്. അപ്പോൾ ടീനിയയുടെ കോമൺ നെയിം എന്താണ്? ടേപ്പ് വർം, അതാണ് കോമൺ നെയിം. 16th question, odd one out and justify your answer. സോ ഫിഷ്, ജെല്ലി ഫിഷ്, ഫ്ലൈയിങ് ഫിഷ്, ഏഞ്ചൽ ഫിഷ്, ഡോഗ് ഫിഷ്. അതിൽ നിന്ന് ഓഡ് വൺ ഏതാണെന്ന് കണ്ടുപിടിക്കാം. സോ ഫിഷ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു കാർട്ടിലേജൻസ് ഫിഷാണ്. ജെല്ലി ഫിഷ് എന്ന് പറഞ്ഞാൽ അത് സീലൻട്രേറ്റിയിൽ പെട്ടതാണ്. ഫ്ലൈയിങ് ഫിഷ് എന്ന് പറയുന്ന എക്സോസീറ്റസ്, ഫ്ലൈയിങ് ഫിഷ് ഓർ എക്സോസീറ്റസ്, അതും ഫിഷസിൻ്റെ ഗ്രൂപ്പിൽ സൂപ്പർ ക്ലാസ് സ്പീസസിൽ തന്നെ വരുന്നതാണ്. ഏഞ്ചൽ ഫിഷും സൂപ്പർ ക്ലാസ് സ്പീസസ്, ഡോഗ് ഫിഷും സൂപ്പർ ക്ലാസ് സ്പീസസ്. അപ്പോൾ കോഡേറ്റ അല്ലെങ്കിൽ സൂപ്പർ ക്ലാസ് സ്പീസസിൽ വരുന്ന ആൾക്കാരാണ് ഈ ബാക്കിയുള്ളവരൊക്കെ. അതല്ലാതെ നോൺ കോഡേറ്റ് ആയിട്ടുള്ളത് ജെല്ലി ഫിഷ് മാത്രമാണ്. അപ്പോൾ ഓഡ് വൺ ഇസ് ജെല്ലി ഫിഷ്. ഓക്കെ, ദെൻ നെയിം ഓഫ് സർട്ടൺ ആനിമൽസ് ആർ ഗിവൺ ബിലോ. റൈറ്റ് ദ ഫൈലം ഓഫ് ഈച്ച് ആനിമൽ. പൈലയുടെ ഫൈലം എന്ന് പറയുന്നത് മൊളസ്ക. പ്ലൂറോബ്രാക്കിയ ടിനോഫോറ, നീരീസ് അനലിഡ, ബലനോഗ്ലോസസ് ഹെമികോഡേറ്റ. 17th question, നമ്മുടെ ടെക്സ്റ്റിലുള്ള ഡയഗ്രമാണ്. ആ ഡയഗ്രത്തിൽ എ എന്ന് ലേബൽ ചെയ്തിരിക്കുന്നത് എന്താണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. എ ഇസ് നെർവ് കോഡ്. ഐഡൻറ്റിഫൈ ദ ഫൈലം കോഡേറ്റയാണ്. ഏതെങ്കിലും ക്യാരക്ടേഴ്സ് എഴുതാൻ. എന്തൊക്കെയാണ് ക്യാരക്ടേഴ്സ്? പ്രസൻസ് ഓഫ് നോട്ടോകോഡ്, ഡോർസൽ ഹോളോ നെർവ് കോഡ്, ഹാർട്ട് ഇസ് വെൻട്രൽ, pharynx is perforated with gill slits, then post-anal tail. ഇതൊക്കെയാണ് കോഡേറ്റഡ് ക്യാരക്ടേഴ്സ്. 18th question, ഓസ്റ്റിക്ടീസ് സൈക്ലോയിഡ് സ്കെയിൽസ് ആണെങ്കിൽ കോൺട്രിക്ടീസ് എന്താണ്? നമ്മളിപ്പോൾ പറഞ്ഞതാണ് ടൈനി ആയിട്ടുള്ള പ്ലക്കോയിഡ് സ്കെയിൽസ്. ദെൻ 19th one, സിമെട്രി അനുസരിച്ച് രണ്ടായിട്ട് തിരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സിമെട്രി അനുസരിച്ച് ഓർഗാനിസത്തിനെ രണ്ടായിട്ട് തിരിക്കാൻ. ഏതൊക്കെയാണ്? ആർത്രോപോഡ, ടീനോഫോറ, മൊളസ്ക, സിലൻട്രേറ്റ. നമുക്കറിയാം റേഡിയൽ ആൻഡ് ബൈലാറ്ററൽ സിമെട്രി. റേഡിയൽ സിമെട്രി കാണിക്കുന്നത് ടീനോഫോറൻസ് ആൻഡ് സിലൻട്രേറ്റ്സ്, ബൈലാറ്ററൽ സിമെട്രി കാണിക്കുന്നത് ആർത്രോപോഡ്സ് ആൻഡ് മൊളസ്ക്. 20th question, എക്സാമ്പിൾസ് തന്നിരിക്കുന്ന തെറ്റായിട്ടാണ്. അപ്പോൾ അതിനെ കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്യാനാണ് പറയുന്നത്. പിസസ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ ഡോഗ് ഫിഷ്, ബ്ലൂ വെയിൽ ആണ് തന്നിരിക്കുന്നത്. അത് തെറ്റാണ്. പിസസിൽ വരുന്നത് ഡോഗ് ഫിഷും റോഹുവാണ്. ആംഫീബിയയിൽ ഫ്രോഗ് ആൻഡ് റോഹു ആണ് തന്നിരിക്കുന്നത്. ശരിക്കും വരേണ്ടത് ആംഫീബിയയിൽ ഫ്രോഗ് ആൻഡ് സാലമാൻഡ്രോ. അതായത് ബ്ലൂ വെയിൽ എന്ന് പറയുന്നത് മമേലിയയിൽ വരണം. അതുപോലെ തന്നെ റോഹു എന്ന് പറയുന്നത് ഫിഷസിൽ വരണം. ഇനി സലമാൻഡർ എന്ന് പറയുന്നത് ആംഫീബിയയിൽ വരണം. ടോർട്ടിസ് എന്ന് പറയുന്നത് റെപ്റ്റീലിയയിലാണ്. വൾച്ചർ എന്ന് പറയുന്നത് ഏവ്സിൽ വരണം. അതുപോലെ അലിഗേറ്റർ എന്ന് പറയുന്നത് റെപ്റ്റൈലിൽ വരണം. അതൊക്കെയാണ് എൻ്റെ എക്സാമ്പിൾസ്. വിച്ച് ഓഫ് ദ എബോവ് മെൻഷൻ ക്ലാസ് ഇസ് ക്യാരക്ടറൈസ്ഡ് ബൈ ദ പ്രസൻസ് ഓഫ് ന്യൂമാറ്റിക് ബോൺ. ന്യൂമാറ്റിക് ബോൺ ഉള്ളത് ഏത് ക്ലാസ്സാണ്? ക്ലാസ് ഏവ്സ്. ഇറ്റ് ഈസ് എ ഫ്ലൈറ്റ് അഡാപ്റ്റേഷൻ. ന്യൂമാറ്റിക് ബോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോളോ ആയിട്ടുള്ള ബോൺസ്, അതായത് ബോൺസ് പ്രൊവൈഡഡ് വിത്ത് ക്യാവിറ്റീസ് എന്നാണ് ന്യൂമാറ്റിക് ബോൺസ്. ദെൻ 21st question, ഫൈൻഡ് ഔട്ട് ദ സ്യൂഡോസീലോമൈറ്റ് ആനിമൽ ഫ്രം ദ ഫോളോയിങ്. സ്യൂഡോസീലോമൈറ്റ് ആയിട്ടുള്ള ഒരേ ഒരു ഫൈലേ ഉള്ളൂ, ദാറ്റ് ഈസ് ദ ആഷെൽമെന്തസ്. ആഷെൽമെന്തസിൽ വരുന്നത് ഹുക്ക് വേമാണ്. അൻസൈലോസ്റ്റോമ എന്ന് പറയുന്ന ഹുക്ക് വേം. ടേപ്പ് വേം എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റ് വേം ആണ്, പ്ലാറ്റി ഹെൽമെന്തസ് ആണ്. എർത്ത് വേം എന്ന് പറയുമ്പം അനലിഡയാണ്. ദെൻ ഹണി ബി ആർത്രോപോഡയാണ്. അതിൽ ഹുക്ക് വേം മാത്രമാണ് ആഷെൽമെന്തസിൽ വരുന്നത്. ഹുക്ക് വേം.
ഓക്കെ. ആൻസൈലോസ്റ്റോമ എന്നാണ് അതിൻ്റെ സയൻറ്റിഫിക് നെയിം. നെക്സ്റ്റ് നമ്മൾ നേരത്തെ കണ്ട ക്വസ്റ്റ്യൻ തന്നെയാണ്. സീ ഹോഴ്സിൻ്റെ പടം തന്നിട്ടുണ്ട്. എന്നിട്ട് അത് നെയിം ദ ഹിപ്പോക്യാമ്പസ്, അതാണ് അതിൻ്റെ സയൻറ്റിഫിക് നെയിം. അതിന് ഏത് ക്ലാസ്സാണ്? കോൺട്രക്റ്റീസ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ആൻസറാണ്. ക്യാരക്ടേഴ്സ് എഴുതാൻ അത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ദെൻ 23rd ക്വസ്റ്റ്യൻ, ക്ലാസിഫൈ ദ ഗിവൺ ഓർഗാനിസം അണ്ടർ ഹെഡിങ് പോയിക്ലോതേംസ് ആൻഡ് ഹോമിയോതേംസ്. അപ്പോൾ നമ്മൾ മനസ്സിൽ വയ്ക്കേണ്ടത് ഹോമിയോതേംസ് എന്ന് പറയുമ്പോൾ അതിൽ ബേർഡ്സ് ആൻഡ് മാമൽസ് ഉണ്ടാവുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ പോയിക്ലോതേംസ് ആയിരിക്കും. അപ്പോൾ ഇതിൽ തന്നിരിക്കുന്ന റാറ്റ്, ഫ്രോഗ്, ഡോഗ് ഫിഷ്, ഓസ്ട്രിച്ചാണ്. ഇതിൽ നമ്മൾ എടുത്ത് മാറ്റേണ്ടത് ആരൊക്കെയാണ്? ബേർഡ്സിനെയും മാമൽസിനെയും. അപ്പോൾ ബേർഡ്സ് ആൻഡ് മാമൽസ് ആരൊക്കെയാണ്? റാറ്റും ഓസ്ട്രിച്ചും ഹോമിയോതേംസും, ഫ്രോഗ് ആൻഡ് ഡോഗ് ഫിഷ് പോയിക്ലോതേംസ്. ഡിഫൈൻ ദ ടേംസ്, അത് ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. വാട്ട് ആർ ഹോമിയോതേംസ് ആൻഡ് വാട്ട് ആർ പോയിക്ലോതേംസ്. ദെൻ 24th ക്വസ്റ്റ്യൻ, ഒരു ക്രാബിൻ്റെ സ്ട്രക്ചർ ഡയഗ്രമാണ് തന്നിരിക്കുന്നത്. ഐഡൻറ്റിഫൈ ദ സിമെട്രി. സിമെട്രി ഏതായിരിക്കും? ബൈലാറ്ററൽ സിമെട്രി. കണ്ടോ, മീഡിയൻ പ്ലെയിനിൽ കൂടെ 2 ഈക്വൽ ഹാഫായിട്ട് തിരിക്കാൻ പറ്റും. Then 2 characters of invertebrate animal is given, jointed appendages and malpighian tubule. അതിൽ നിന്ന് തന്നെ അറിയാം jointed appendages എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർത്രോപോഡയാണ്. ആർത്രോപോഡയുടെ ആ വാക്ക് ഉദ്ദേശിക്കുന്നത് തന്നെ ആർത്രോസ്, jointed, poda, appendages. And role of malpighian tubule, excretion. Then 26th question, we have already seen. Ostrictis, contractis compare ചെയ്യാം, അത് നമ്മൾ ചെയ്തതാണ്. 27th question, match the item, അതായത് ഫൈലം, കോമൺ എക്സാമ്പിൾ, യുണീക്ക് ഫീച്ചേഴ്സ്, അതാണ് തന്നിരിക്കുന്നത്. അത് കറക്റ്റായിട്ട് മാച്ച് ചെയ്യും. അപ്പോൾ ക്ലാസ് പീസസിൻ്റെ എക്സാമ്പിൾ ഏതാണ്? സ്കോളിയോഡോൺ ആണ്. അതിൻ്റെ ഫീച്ചർ എന്ന് പറയുമ്പോൾ 2 chambered ഹാർട്ട്, അതാണ് ക്ലാസ് പീസസിൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ പീസസിൻ്റെ എക്സാമ്പിൾ സ്കോളിയോഡോൺ, ഷാർക്കാണത്. 2 chambered ഹാർട്ടാണ് ക്യാരക്ടർ. ദെൻ നെക്സ്റ്റ് വൺ ഇസ് മമീലിയ. മമീലിയയുടെ എക്സാമ്പിൾ ഫെലിസ് എന്ന് പറഞ്ഞാൽ ക്യാറ്റ് ഫാമിലിയാണ് ഫെലിസ്. ആൻഡ് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ പ്രസൻസ് ഓഫ് ഹെയർ. ദെൻ നെക്സ്റ്റ് വൺ ഇസ് ആർത്രോപോഡ. ആർത്രോപോഡയുടെ എക്സാമ്പിൾ ഏഡിസ്, അതായത് കൊതുക്, മൊസ്കിറ്റോ ആണ്. ആൻഡ് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം. ദെൻ നെക്സ്റ്റ് വൺ ബാക്കിയുള്ളത് ലീച്ചാണ്. ലീച്ച് എന്ന് പറയുമ്പോൾ ലീച്ച് ഏത് ഫൈലത്തിലാണ് വരുന്നത്? ഫൈലം അന്നിലിഡ. അതിൻ്റെ ക്യാരക്ടർ പ്രസൻസ് ഓഫ് നെഫ്രീഡിയം. അപ്പോൾ അങ്ങനെയാണത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. 28th ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീച്ചേഴ്സ് തന്നിട്ടുണ്ട്. ഐഡൻറ്റിഫൈ ദ ഫൈലം ഓർ ക്ലാസ് ആൻഡ് ഗീവ് എക്സാമ്പിളാണ്. എ എന്ന് പറയുന്ന ബോഡി ഈസ് കവേർഡ് ബൈ സ്കെയിൽസ്, ഹാർട്ട് ഈസ് 3 or 4 chambered ആൻഡ് റെസ്പയർ ത്രൂ ലങ്സ്. അപ്പോൾ സ്കെയിൽസ് കൊണ്ട് കവർ ചെയ്ത ഹാർട്ട് 3 or 4 chambered ആയിട്ടുള്ള, ഇപ്പോൾ 2 അഡ്വാൻസ് ക്യാരക്ടറാണ്. റെസ്പയർ ത്രൂ ലങ്സ്, അതും ഒരു അഡ്വാൻസ് ക്യാരക്ടറാണ്. അപ്പോൾ നമുക്കറിയാം സ്കെയിൽസ് ഉള്ളത് മെയിനായിട്ടും നമുക്ക് പെട്ടെന്ന് തന്നെ റെപ്റ്റീലിയാണ് ഓർമ്മ വരിക. റെപ്റ്റൈലാണ് ആൻസർ. ക്ലാസ് റെപ്റ്റീലിയ. അതിൻ്റെ എക്സാമ്പിൾ ക്രോക്കഡൈൽ, ടോർട്ടസ്, എന്ത് വേണമെങ്കിലും എഴുതാം. ദെൻ ബി, they are exclusively marine, more commonly known as sea walnuts and show bioluminescence. നമ്മൾ കണ്ടതിൽ ബയോലുമിനസെൻസ് എന്നുള്ള വാക്ക് കേട്ടാൽ തന്നെ നമ്മൾ ഓർക്കുക, ദാറ്റ് ഈസ് സ്റ്റിനോഫോറ. എക്സാമ്പിൾ പ്ലൂറോബ്രാക്കിയ. സീ ബോഡി ഈസ് ഡിവൈഡഡ് ഇൻറ്റു പ്രൊബോസസ്, കോളർ ആൻഡ് ട്രങ്ക്. അങ്ങനെ ഒരു ഒറ്റ ഫൈലമേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ, പ്രൊബോസസ്, കോളർ, ട്രങ്ക്. ഹെമികോഡേറ്റ. എക്സാമ്പിൾ ബലനോഗ്ലോസസ് ഓർ സാക്കോഗ്ലോസസ്. 29th question, among the different phyla of animals, dash have pseudocoelom, Aschelminthus. 30th question, categorize the following animal under radial and bilateral symmetry. Bilateral symmetry, ഇപ്പോൾ റേഡിയൽ സിമെട്രി കാണിക്കുന്ന ആരാണ്? 2 ഫൈലേ ഉള്ളൂ, സീലൻട്രേറ്റ ആൻഡ് ടീനോഫോറ. അപ്പോൾ ആദ്യം നമുക്ക് അവരെ മാറ്റാം. ഫൈസാലിയ സീലൻട്രേറ്റയാണ്. പിന്നെ അഡാംസിയം സീലൻട്രേറ്റയാണ്. ബാക്കി ടേപ്പ് വർം ആൻഡ് ഫാഷിയോള ബിലോങ്സ് ടു ബൈലാറ്ററൽ സിമെട്രി. 31st question, characters of a marine vertebrate is given. Spiny skin body, water vascular system. അതേതാണ്? ഫൈലം.
സ്പൈനി സ്കിൻ എന്ന് കേട്ടാൽ തന്നെ അറിയാം എക്കൈനോഡെർമൈറ്റ. ആ വാക്കിൻ്റെ അർത്ഥം അതാണ്. ഇനി 2 ഫങ്ഷൻസ് ഓഫ് വാട്ടർ വാസ്കുലർ സിസ്റ്റം, അത് എക്സ്ക്രീഷൻ, എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്, എന്താ പറയുക, ന്യൂട്രീഷൻ, അതൊക്കെ നടക്കുന്നത് വാട്ടർ വാസ്കുലർ സിസ്റ്റമാണ്. ദെൻ 32nd ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ ഗിവൺ സെൽ. ഐഡൻറ്റിഫൈ ദ ഗിവൺ സെൽ, അത് ഏത് ഫൈലത്തിൻ്റെ ക്യാരക്ടറാണ്? അതൊരു ഫൈലത്തിൻ്റെ ക്യാരക്ടറാണ്. നിഡേറിയ, നിഡോബ്ലാസ്റ്റ് ആണത്. നിഡോബ്ലാസ്റ്റ് എന്ന് പറയുന്ന സ്ട്രക്ചറാണ്. സ്റ്റിങ്ങിങ് ആയിട്ടുള്ള പാരറ്റസ്. മെൻഷൻ ദ നെയിം ഓഫ് ദ ആനിമൽ ഫൈലം ബേസ്ഡ് ഓൺ ദിസ് സെൽ. നിഡേറിയാണ്. നിഡോബ്ലാസ്റ്റ് ഉള്ളത് കൊണ്ടാണ് അവരെ നിഡേറിയൻസ് എന്ന് വിളിക്കുന്നത്. ദെൻ 33rd question, 2 examples of fishes are given below. Place them in 2 distinct class. Scoliodon belongs to the class Chondrichthyes and Exocetus belongs to class Osteichthyes. Differentiate, അത് നമ്മൾ പറഞ്ഞതാണ്. 34th question, the characteristic feature of an invertebrate animal is given. Comb jellies, വാൽനട്ട് എന്ന് പറയുന്നു. ബയോലൂമിനിസൻസ്, ഫൈലം ഏത്? നമ്മൾ കണ്ടതാണ് ടിനോഫോറ. 35th question, Osteichthyes cycloid scale, Chondrichthyes placoid scales. അപ്പോൾ ഇത്രയും ആണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. 35 വരെ. ഓക്കെ, താങ്ക് യു.